ഏകദേശം 6.5 കോടി വർഷങ്ങൾക്ക് മുൻപ് ഭൂമി ജീവജാലങ്ങളാൽ നിറഞ്ഞിരുന്ന സ്വർഗമായിരുന്നു. കാടുകൾ, മലകൾ, നദികൾ, സമുദ്രങ്ങൾ തുടങ്ങി എല്ലാം അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള രൂപത്തിൽ. ആകാശവും ഭൂമിയും അതിമനോഹരമായി കാണപ്പെട്ടിരുന്ന കാലഘട്ടം. എല്ലായിടത്തും ജീവന്റെ ശബ്ദം മാത്രം. ആ ലോകത്തിൻ്റെ രാജാക്കന്മാർ ഭീമാകാരന്മാരായിട്ടുള്ള ഡൈനോസറുകളായിരുന്നു. തലമുറകളായി അവർ ഭൂമിയെ ഭരിച്ചു പോന്നു. എന്നാൽ ഒരു ദിവസം എല്ലാം ഒറ്റ നിമിഷത്തിൽ അവസാനിച്ചു. പർവ്വതങ്ങളാകെ പൊട്ടിത്തെറിച്ചു. ആകാശമൊട്ടാകെ കത്തിയമർന്നു. ഭൂമി മുഴുവൻ പുകമയമായി മാറി. എന്താണ് ആ ഒരു ദിനത്തിൽ സംഭവിച്ചത്? ഒരു ഗ്രഹത്തെ തന്നെ കൊല്ലാൻ കഴിവുള്ള ആ പൊട്ടിത്തെറി എവിടെ നിന്നാണ് വന്നത്? വെൽക്കം ബാക്ക് ടു ദ സീക്രട്ട് ബുക്ക്. പതിനാറ് കോടി വർഷങ്ങളോളം ഡൈനോസറുകൾ ഭൂമിയുടെ ഭരണാധികാരികളായിരുന്നു. ടീറെക്സ്, ട്രെസറാടോപ്സ്, വെലോസിറാപ്റ്റർ തുടങ്ങിയ ഭീമന്മാരുടെ കാലഘട്ടം. ആർക്കും എതിരാളികളില്ല. ആകാശത്തും മണ്ണിലും അവരുടെ ചുവടുകൾ മാത്രം. വൻ കാടുകൾ താണ്ടി അവർ വേട്ടയാടിയപ്പോൾ ഭൂമി തന്നെ വിറച്ചുപോയി. സൂര്യന്റെ വെളിച്ചത്തിൽ അവർ നിഴലായി പാറകൾക്ക് മുകളിലൂടെ നീങ്ങി. ചെറിയ ജീവികൾ പോലും അവരെ കണ്ടാൽ ഭയന്ന് വിറച്ച് ഓടുമായിരുന്നു. ചില ഡൈനോസറുകൾ 30 മീറ്റർ നീളവും 100 ടൺ ഭാരവുമുള്ളവയായിരുന്നു. അവയിൽ ഏറ്റവും അപകടകാരികളായിട്ടുള്ള പ്രിഡേറ്റേഴ്സ് ആയിരുന്നു ടീറെക്സ് എന്ന് പറയുന്നത്. ഒരു ടീറെക്സിന്റെ മുഴക്കം മൈലുകൾ അകലെ നിന്ന് പോലും കേൾക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അത്ര ശക്തരായിട്ടുള്ള ഭരണാധികാരികൾ പോലും ഭൂമിയുടെ ചെറിയൊരു ചലനത്തിന് മുൻപിൽ ബലഹീനരാവുകയാണ്. അവരുടെ കാലം തീരാൻ പോവുകയായിരുന്നു എന്ന് അവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം ആകാശത്തിൽ അജ്ഞാതമായ രീതിയിലുള്ള ഒരു വെളിച്ചം കാണപ്പെടുകയാണ്. അത് കേവലം ഒരു നക്ഷത്രമായിരുന്നില്ല. 10 കിലോമീറ്റർ വീതിയുള്ള ഒരു ഭീമാകാരനായ ആസ്റ്ററോയിഡ് ആയിരുന്നു. അതിൻ്റെ വേഗം എന്ന് പറയുന്നത് മണിക്കൂറിൽ 70,000 കിലോമീറ്റർ. 1 മിനിറ്റ് പോലും വൈകാതെ അത് അന്തരീക്ഷം തുളച്ച് ഭൂമിയിലേക്ക് കടന്നു. അത് മെക്സിക്കോയിലെ ചിക്സുലൂബ് എന്ന പ്രദേശത്തേക്ക് ഇടിച്ചു വീഴുകയാണ്. അന്നുച്ചയ്ക്ക് ഭൂമിയിലെ എല്ലാ സ്ഥലങ്ങളിലും ആ ഒരു ആഘാതം അനുഭവപ്പെട്ടു. ആഘാതത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് 10 ബില്യൺ ആണവ ബോംബുകൾ ഒരുമിച്ച് പൊട്ടിയതുപോലെയായിരുന്നു. ഭൂമി ഒന്നാകെ പൊട്ടിവിറച്ചു. തീപ്പൊരി ആകാശമാകെ പടർന്നു. മൂലകങ്ങൾ കത്തിയമർന്നപ്പോൾ വായു തീയായി മാറി. വൻ ഭൂകമ്പങ്ങൾ, സുനാമികൾ, പാറക്കെട്ടുകൾ പോലും തകർന്നു വീണു. ആകാശം പുകയാൽ നിറഞ്ഞു. സൂര്യന്റെ വെളിച്ചം മറഞ്ഞു. അവിടെ നിന്നാണ് മനുഷ്യർ ഇന്നും കാണുന്ന ആ വൻ ഗർത്തം രൂപപ്പെടുന്നത്, ചിക്സുലൂബ് ക്രേറ്റർ. ആ ഘട്ടം കഴിഞ്ഞിട്ടും നാശം അവസാനിച്ചില്ല. ആസ്ട്രോയിഡ് ഇമ്പാക്റ്റ് മൂലമുണ്ടായിരുന്ന പൊടിയായിരുന്നു യഥാർത്ഥ കൊലപാതകി എന്ന് പറയുന്നത്. ആസ്ട്രോയിഡിന്റെ ആഘാതത്തിൽ ആകാശത്തേക്ക് പൊങ്ങിയ പൊടി മാസങ്ങളോളം സൂര്യനെ മറച്ചു. താപനില പെട്ടെന്ന് തന്നെ ഇടിയാനായിട്ട് ആരംഭിച്ചു. ഭൂമി രാത്രിയിൽ നിന്ന് പകലിലേക്ക് തിരികെ എത്തിയില്ല. ചെടികൾ സൂര്യപ്രകാശമില്ലാതെ വാടാൻ ആരംഭിച്ചു. പച്ചപ്പില്ലാതെ പുല്ലു തിന്ന് ജീവിച്ചിരുന്ന ജീവികൾ മരിച്ചു. അവരെ വേട്ടയാടിയിരുന്ന മൃഗങ്ങൾ വിശന്നു വീണു. അങ്ങനെ ഒരു പരമ്പരയായി ജീവന്റെ അംശം ഭൂമിയിൽ നിന്ന് വേർപിരിയാനായിട്ട് ആരംഭിച്ചു. ശാസ്ത്രജ്ഞർ ഇതിനെ വിളിക്കുന്നത് ഇമ്പാക്റ്റ് വിന്റർ എന്നാണ്. ഒരു ശീതകാലം പോലെ, എന്നാൽ വർഷങ്ങളോളം നീണ്ട ഇരുട്ടിന്റെ കാലഘട്ടം. മഞ്ഞും പൊടിയും ചേർന്ന് ഭൂമിയെ മറച്ച കാലം. ചില ഭാഗങ്ങളിൽ സതതമായി പെയ്യുന്ന ചാരപ്പൊഴി പോലെ. പക്ഷേ ആസ്ട്രോയിഡ് മാത്രമായിരുന്നില്ല ഇതിനുള്ള കാരണമെന്ന് പറയുന്നത്. ഇന്നത്തെ ഗവേഷണം പറയുന്നത് ഈ ഒരു ആസ്ട്രോയിഡ് ഇമ്പാക്റ്റ് നടക്കുന്നതിന് മുൻപ് തന്നെ ഭൂമിയിൽ വലിയ രീതിയിലുള്ള ഒരു അഗ്നിപർവ്വത സ്ഫോടനം നടന്നുകൊണ്ടിരുന്നു എന്നാണ്. ഇന്ത്യയിലെ ഡെക്കൻ ട്രാപ്പ് പർവ്വതങ്ങൾ വർഷങ്ങളോളം പൊട്ടിത്തെറിച്ചുകൊണ്ടിരുന്നു. വൻതോതിൽ ലാവയും വിഷവാതകങ്ങളും വായുവിലേക്ക് ഉയർന്നു. ഇതുമൂലം കാർബൺ ഡയോക്സൈഡ്, സൾഫർ, മീഥേൻ തുടങ്ങിയ വിഷവാതകങ്ങൾ അന്തരീക്ഷം മലിനമാക്കാൻ ആരംഭിച്ചു. മൃഗങ്ങൾ ശ്വാസം മുട്ടി മരിച്ചു. ചില ഡൈനോസറുകൾക്ക് രോഗങ്ങൾ ബാധിച്ചു തുടങ്ങി. അവരെ അവസാനമായി തകർത്തത് ആസ്ട്രോയിഡ് ആയിരുന്നു. എന്നാൽ ഇതിനു മുൻപ് തന്നെ അവരുടെ വിധി നിശ്ചയിക്കപ്പെട്ടിരുന്നു. അത് ഒരു യാദൃശ്ചികമായിട്ടുള്ള അപകടമായിരുന്നില്ല. പ്രകൃതി അതിൻ്റെ ചക്രം പൂർത്തിയാക്കിയ ദിനമായിരുന്നു. മരണം ഇതിനു മുൻപേ തന്നെ നിശ്ചയിക്കപ്പെട്ടിരുന്നു.
ഡൈനോസറുകളുടെ നാശം ഭൂമിയിലെ ജീവന്റെ അവസാനമല്ലായിരുന്നു, അത് പുതിയൊരു തുടക്കമായിരുന്നു. ചെറിയ ജീവികൾ, പുഴുക്കൾ, കീടങ്ങൾ, ചില ചെറു സസ്തനികൾ, അവയിൽ ചിലത് പിന്നെയും നിലനിന്നു. അവയാണ് ഭൂമിയുടെ അടുത്ത അധ്യായം ആരംഭിക്കുന്നത്. ഡൈനോസറുകളുടെ രക്തത്തിൽ നിന്നാണ് പക്ഷികൾ പിറന്നത് എന്നാണ് വിശ്വാസം. ചിറകുകൾ വളർന്ന് പറക്കാനുള്ള കഴിവ് അവയ്ക്ക് ലഭിച്ചു. ഇന്ന് ആകാശത്ത് പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികൾ ആ ഭീമന്മാരുടെ വംശാവലി തന്നെയാണ്. അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രകൃതി ഒരിക്കലും നിശേഷം ഇല്ലാതാകുന്നില്ല, അവൾ രൂപം മാറ്റി വീണ്ടും പ്രവർത്തനം തുടങ്ങും എന്നത് തന്നെയാണ്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് ശേഷം ഭൂമി വീണ്ടും ശാന്തമായി. പൊടിപടലങ്ങൾ കുറഞ്ഞപ്പോൾ സൂര്യന്റെ വെളിച്ചം വീണ്ടും ഭൂമിയെ തൊടാൻ ആരംഭിച്ചു. മഴ പെയ്തു. പാറകളുടെ ഇടയിൽ പുതിയ പച്ചപ്പ് മുളച്ചു. ചെറിയ മൃഗങ്ങൾ മണ്ണിനടിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ജീവന്റെ ആരംഭം വീണ്ടും തുടങ്ങി, പുതിയ രൂപത്തിൽ, പുതിയ വംശങ്ങളിൽ. അവരിൽ നിന്നാണ് ഒടുവിൽ മനുഷ്യൻ പിറക്കുന്നത്. അതിനാൽ ഡൈനോസറുകളുടെ മരണം നമ്മുടെ ജനനത്തിന്റെ കാരണമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. ഒരു യുഗം അവസാനിച്ചെങ്കിലും മറ്റൊന്നിന്റെ തുടക്കമായിരുന്നു അത്. 6.5 കോടി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ ദിനത്തിന്റെ പാടുകൾ ഇന്നും നിലനിൽക്കുന്നു. മെക്സിക്കോയിലെ ചിക്സലൂപ്പ് ഗർത്തം ഇന്നും അതേ തെളിവ് അവശേഷിപ്പിക്കുന്നു. ശിലകളിൽ പാളികളായി അടിഞ്ഞ പൊടികൾ ആ ദിനത്തിന്റെ കണക്കുകൾ ഇന്നും സൂക്ഷിക്കുന്നു. അവരുടെ മരണം നമ്മുടെ തുടക്കം. ഡൈനോസറുകൾ ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യന്റെ കഥ തന്നെ തുടങ്ങുമായിരുന്നില്ല. അതുകൊണ്ടാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് മരണം എല്ലായ്പ്പോഴും അവസാനമല്ല, അത് മറ്റൊന്നിന്റെ തുടക്കമാണ് എന്ന്. മറ്റൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. Until then, it's me Justin from Secret Book signing off.